നമസ്കാരം. ശ്രാമ്പികൽ കുടുംബാംഗങ്ങളെ പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് കണ്ണൂർ ജില്ലയിൽ കുടിയാൻമലയ്ക്കടുത്ത് പൊട്ടംപ്ലാവിൽ താമസിക്കുന്ന ശ്രാമ്പിക്കൽ മറ്റത്തിൽ ശ്രീ സെബി സെബാസ്റ്റ്യനെയും കുടുംബത്തെയുമാണ്. സെബി സെബാസ്റ്റ്യൻ്റെ ഒരു പൂർവ്വചരിത്രം പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യൂർ താമസമാക്കിയ പാറേക്കുടിയിലായ മറ്റത്തിൽ നിന്നും പാറേക്കുടിയിലായ മിഹായേലിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ രണ്ടാമത്തെ മകനാണ് ചാക്കോ. ഐരാറ്റ് താമസിച്ചിരുന്ന അദ്ദേഹത്തിന് 9 മക്കളാണ് ഉണ്ടായിരുന്നത്. അതിൽ 8ാമത്തെ ആളാണ് കുഞ്ഞുട്ടി എന്ന് വിളിക്കുന്ന ദേവസ്യായിക്ക് 5 മക്കളാണ് ഉള്ളത്. അതിൽ 4ാമത്തെ മകനാണ് സെബി സെബാസ്റ്റ്യനും അമ്മ റോസമ്മ ദേവസ്യായും സെബിയുടെ കുടുംബവും നമ്മോടൊപ്പം ഉണ്ട്. നമുക്കിവരെ പരിചയപ്പെടാം. നമസ്കാരം. സെബി, ഇപ്പം നിങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേരെന്താ? പൊട്ടംപ്ലാവ് എന്നാണ് താമസിക്കുന്ന ഈ സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ എത്ര കാലമായിട്ട് നിങ്ങൾ താമസിക്കുന്നു? ഇവിടെ ഈ വീട് വെച്ചിട്ട് 6 വർഷമായുള്ളൂ. 6 വർഷമായുള്ളൂ. അപ്പൊ ഇവിടെ വീട് വെക്കുന്നതിന് മുമ്പ് കുറച്ച് മലക്കോട്ടായിരുന്നു. മൂന്നാം കൂപ്പ് എന്ന് പറയുന്നത്. മൂന്നാം കൂപ്പ് എന്നുള്ള സ്ഥലത്തായിരുന്നു ഇതിനു മുമ്പ് താമസിച്ചിരുന്നത്. അവിടെ ഫാദറായിട്ട് വന്ന് താമസിക്കാൻ തുടങ്ങിയതാണോ? ഫാദറായിട്ട് വന്ന് താമസിക്കാൻ തുടങ്ങിയതാണ്. ഫാദറിന്റെ പേര് ദേവസ്യ എന്നാണ് ഫാദറിന്റെ പേര്. ഫാദർ അതിനു മുമ്പ് നാട്ടിലായിരുന്നു. നാട്ടിലെവിടെയാണ് അവർ താമസിച്ചിരുന്നത്? നാട്ടിൽ കുറുമണ്ണിലാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം ഫാദറായിട്ട് ഇവിടെ വന്നു. കിഴക്കൻമറ്റത്തിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. സെബിയുടെ അമ്മ നമ്മോടൊപ്പം ഉണ്ട്. അമ്മയുടെ പേരെന്താ? റോസമ്മ. അമ്മച്ചിയുടെ വീട് എവിടെയാ? വീട് ഇപ്പം കുടിയാൻമലയാണ്. വീട്ടുപേര് പുളിക്കൽ എന്നാണ് വീട്ടുപേര്. ഫാദറിന്റെയും മദറിന്റെ ഒക്കെ അപ്പന്റെ പേര് ചാക്കോ. അമ്മയുടെ പേര് ത്രസ്യാമ്മ. അമ്മയുടെ വീട് തൊടുകയിൽ എന്നാണ്. സ്ഥലം മുത്തോലി. അപ്പം മുത്തോലി തൊടുകയിൽ കുടുംബാംഗമാണ് അമ്മ. സെബിയുടെ ഒക്കെ വിവാഹം കഴിഞ്ഞിട്ട് എത്ര വർഷമായി? 22 വർഷമായി. ഭാര്യ നമ്മുടെ ഒപ്പം ഉണ്ട്. ഭാര്യയുടെ പേര് ജിനില എന്നാണ്. വീട് എവിടെയായിരുന്നു? വീട് പൊട്ടംപ്ലാവിലായിരുന്നു. ഇപ്പോൾ അവർ താമസിക്കുന്ന അങ്ങാടിക്കടവിലാണ്. വീട്ടുപേര് മേച്ചിറാകത്ത് എന്നാണ് വീട്ടുപേര്. നിങ്ങൾക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. അതിൽ 2 പേർ നമ്മോടൊപ്പം ഉണ്ട്. ഏറ്റവും മൂത്തയാളാണ് ഇവിടെ സ്ഥലത്തില്ലാത്തത്. മൂത്ത മോളുടെ പേര് റോസ്ലിൻ. രണ്ടാമത്തെ മോളാണ് അല്ലെ? മോളുടെ പേര് ആൻസ്ലെറ്റ്. മോന്റെ പേര് സെബാൻ. മൂത്ത ചേച്ചി ഇപ്പൊ എന്ത് ചെയ്യുന്നു? നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്നു. എവിടെയാണ് പഠിക്കുന്നത്? മംഗലാപുരത്ത്. BSc നഴ്സിംഗ് ആണ് ചെയ്യുന്നത്. മോള് എന്ത് ചെയ്യുന്നു? ഞാൻ +2 കഴിഞ്ഞ് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചു കഴിഞ്ഞു. അതായത് അതിന്റെ ആ ലാംഗ്വേജ് ലെവല് B2 ലെവല് വരെ കഴിഞ്ഞു. ഇനി ജർമ്മനിക്ക് പോവുക എന്നുള്ള ലക്ഷ്യമായിട്ടാണ് ഇരിക്കുന്നത്. നഴ്സിംഗ് പഠനത്തിനാണോ ഉദ്ദേശിക്കുന്നത്? നിങ്ങളുടെ ആണെന്ന് തോന്നുന്നു ധാരാളം മെമന്റോകളൊക്കെ ഷെൽഫിൽ ഇരിപ്പുണ്ട്. ആർക്ക് ലഭിച്ചതാണ്? എന്തിനു ലഭിച്ചതാണ്? അതൊക്കെ 3 പേരുടെ ഉണ്ട്. സ്പോർട്സ് ഉണ്ട്, പഠനത്തിന്റെ ഉണ്ട്. സ്പോർട്സിൽ ഏതിലാണ് കൂടുതൽ? മോൻ എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഇനി 10ലേക്കാണ് പഠിക്കുന്നത്. എവിടെയാ പഠിക്കുന്നത്? കുടിയാൻമല സ്കൂളിലാണ് പഠിക്കുന്നത്. മോന് ഏത് സ്പോർട്സിലാണ് കൂടുതലായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഖോഖോയിലാണ്. അതിന് ഏതെങ്കിലും ഡിസ്ട്രിക്ട് ലെവലോ സ്റ്റേറ്റ് ലെവലിലോ ഒക്കെ പങ്കെടുത്തിട്ടുണ്ടോ? ഉപജില്ല പോയി മത്സരങ്ങൾക്കൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അതിനൊക്കെ നിരവധി സമ്മാനങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട്. ഖോഖോ അല്ലാതെ വേറെ ഏതെങ്കിലും സ്പോർട്സ് മേഖലയിലുണ്ടോ? ഓട്ടം, ഫുട്ബോൾ അതിനൊക്കെ മത്സരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സ്കൂൾ ലെവലിൽ വിട്ടുള്ള മത്സരങ്ങളൊക്കെ പങ്കെടുക്കാറുണ്ടോ? ഉപജില്ലയിലൊക്കെ എല്ലാ മത്സരങ്ങൾക്കും. ഏത് ഉപജില്ലയിലാണ് മത്സരത്തിന് പോകുന്നത്? ഇരിക്കൂർ ഉപജില്ലയിൽ നിങ്ങളുടെ സ്കൂളിനെ പ്രതിനിധീകരിച്ച മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്. സമ്മാനങ്ങൾ ലഭിക്കാറുമുണ്ട്. ബാക്കി നിങ്ങൾക്ക് പഠനത്തിന് ലഭിച്ച സമ്മാനങ്ങളും ഉണ്ടോ? പഠനത്തിന് +2 10ാം ക്ലാസ് അതിനൊക്കെ ഉന്നത വിജയം കരസ്ഥമാക്കി അല്ലേ? ഫുൾ A+ ആയിരുന്നോ? 90% മാർക്ക് സ്കോർ ചെയ്ത. നിങ്ങളൊക്കെ പഠിച്ചത് ഏത് സ്കൂളിലാണ്? ഞാൻ 1 തൊട്ട് 7 വരെ പൊട്ടംപ്ലാവിൽ തന്നെ പഠിച്ചു. 1 തൊട്ട് 7 വരെ പൊട്ടംപ്ലാവ് സ്കൂളിലാണ് പഠിച്ചത്. പരതാംബിക UP സ്കൂൾ. 8 തൊട്ട് 10 വരെ കുടിയാൻമല മേരി ക്യൂൻസ് ഹൈസ്കൂളിലാണ് 10 വരെ പഠിച്ചത്.
+1 +2 നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂൾ. നടുവിൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് +1 +2 പഠിച്ചത്. ചേച്ചിയും ഇതേപോലെയൊക്കെ തന്നെയാണ് പഠിച്ചു പോയത്. അതിനുശേഷമാണ് BSc നഴ്സിംഗിന് മംഗലാപുരത്തേക്ക് ഇപ്പോൾ പഠനത്തിനായിട്ട് പോയിരിക്കുന്നത്. സെബിയുടെ സഹോദരങ്ങളുടെ ഒരു ഡീറ്റെയിൽസ് പറയാം. നിങ്ങൾ എത്ര മക്കളാണോ? ഞങ്ങൾ മൊത്തം 5 പേര്. 5 പേരാണ്. അതായത് സെബി എത്രാമത്തെയാണ്? ഞാൻ നാലാമത്തെ ആളാണ്. ഏറ്റവും മൂത്ത ആള് ജെയിംസ് എവിടെ താമസിക്കുന്നത്? കരുവിഞ്ചാല് കുറ്റിപ്പുഴ. കരുവിഞ്ചാൽ കുറ്റിപ്പുഴയിലാണ് താമസിക്കുന്നത്. അദ്ദേഹത്തിന്റെ ഭാര്യയുടെ പേര് ജെസ്സി എന്നാണ് ഭാര്യയുടെ പേര്. ഭാര്യയുടെ വീട്ടുപേര് സ്ഥലം ഓടക്കൽ എന്നാണ് വീട്ടുപേര്. ചെറുപുഴയാണ് സ്ഥലം. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കളാണ് ഉള്ളത്. മക്കളുടെ പേര് ജിസ്മി ജെയിംസ്, ജിസ്മോൻ ജെയിംസ്, ജിസ് ജെയിംസ്. അങ്ങനെ 3 മക്കളാണ് അവർക്ക് ഉള്ളത്. അതിന് തൊട്ട് താഴെയുള്ളത് ജോൺസൺ എവിടെയാണ് താമസിക്കുന്നത്? കരുവിഞ്ചാൽ കുറ്റിപ്പുഴ തന്നെയാണ് താമസിക്കുന്നത്. ഭാര്യയുടെ പേര് ഷൈല. ഷൈലയുടെ വീട്ടുപേര് വടക്കേമുറി. സ്ഥലം പുലിക്കുരുമ്പ. വടക്കേമുറി കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പേരാണ്. മക്കളുടെ പേര് സാൻ ജോൺസൺ, തോമസ് ജോൺസൺ. അങ്ങനെ 2 മക്കളാണ് അവർക്കുള്ളത്. അതിന് താഴെയുള്ളത് ജൈനമ്മ സഹോദരിയാണ്. അപ്പൊ നിങ്ങൾക്ക് ഒരു സഹോദരിയേ ഉള്ളൂ. ജൈനമ്മയെ വിവാഹം ചെയ്തിരിക്കുന്നത് ആലക്കോട് കല്ലകത്ത് കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്ത് വിട്ടിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് ജോയി എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് മക്കളുടെ പേര് 2 കുട്ടികളാണ് അവർക്കുള്ളത്. അവരുടെ പേര് എബിൻ, ബിബിൻ എന്നിങ്ങനെ 2 മക്കളാണുള്ളത്. അതിന്റെ താഴെയുള്ളത് സെബിയാണ്. അതിന് താഴെയുള്ള ആള്. സെബിക്ക് ഇളയ ഒരാള് മരിച്ചുപോയി. പേരെന്തായിരുന്നു? സിജോ. എന്ത് പറ്റി മരിച്ചതാണ്? മഞ്ഞപ്പിത്തം വന്ന് മരിച്ചതായിരുന്നു. വിവാഹിതനായിരുന്നോ? ഇല്ല, വിവാഹം കഴിച്ചില്ല. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അദ്ദേഹം മഞ്ഞപ്പിത്തം വന്ന് മരിച്ചുപോയി. ഇതാണ് നിങ്ങളുടെ സഹോദരങ്ങളുടെ ഡീറ്റെയിൽസ്. സെബിയുടെ സഹോദരങ്ങള് ഏത് മേഖലയിലാണ് ജോലിയുള്ളതാണോ? കൃഷി കാര്യങ്ങളാണ്. സെബിക്ക് എന്താണ്? ഞാൻ ഡ്രൈവിംഗിലാണ്. കൃഷിയേക്കാൾ ഉപരി ഡ്രൈവിംഗിലാണ് ജോലി ഉള്ളത്. ജിനിലയുടെ കുടുംബത്തെ സംബന്ധിച്ചിട്ടുള്ള വിവരങ്ങളൊന്ന് പറയാമോ? എൻ്റെ പപ്പയുടെ പേര് ദേവസ്യ, മേച്ചിറാകത്ത് കുടുംബാംഗമാണ്. എൻ്റെ അമ്മയുടെ പേര് അച്ചാമ്മ. അമ്മയുടെ വീട് കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് ഇലവുംപാറയിൽ കുടുംബാംഗമാണ്. എനിക്കൊരു ആങ്ങളെയും ഒരു അനിയത്തിയുള്ളത്. അപ്പോൾ നിങ്ങൾ 3 മക്കളാണുള്ളത്. 2 പെണ്ണും 1 ആണുമാണുള്ളത്. ഏറ്റവും മൂത്തത് ആരാണ്? മൂത്തത് എൻ്റെ ആങ്ങള, പേര് ജിതേഷ് എന്നാണ് പേര്. ജിതേഷ് എന്ത് ചെയ്യുന്നു? അവൻ കാർപ്പൻ്ററാണ്. അവരെവിടെ താമസിക്കുന്നത്? അങ്ങാടിക്കടവിലാണ് താമസിക്കുന്നത്. നേരത്തെ ഇവിടെയായിരുന്നു. കല്യാണം കഴിക്കുന്ന സമയത്ത് ഇവിടെയായിരുന്നു. അതിനുശേഷം അങ്ങാടിക്കടവിലേക്ക് താമസം മാറിയതാണ്. ഭാര്യയുടെ പേര് ഹർഷയുടെ വീട് കുന്നത്തൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വീട്ടുപേര് വെമ്പള്ളിക്കുന്നിൽ എന്നാണ് വീട്ടുപേര്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. അവരുടെ പേര് 2 പെണ്ണും 1 ആണും. അവരുടെ പേര് അനക ജിതേഷ്, അനന്തു ജിതേഷ്, അനന്ത ജിതേഷ്. അങ്ങനെ 3 മക്കളാണ് അവർക്കുള്ളത്. ഇനി ഒരു സഹോദരിയുണ്ട്, ഇളയ സഹോദരിയുണ്ട്. സഹോദരിയുടെ പേര് ജിസ്മി. വിവാഹം ചെയ്തിരിക്കുന്നത്? അവളെ വിവാഹം ചെയ്തിരിക്കുന്നത് കരിക്കോട്ടക്കരി പുള്ളുവലിക്കൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് ജിൻഡോ. ജിസ്മിക്ക് എന്തെങ്കിലും ജോലിയുണ്ടോ? അവള് നേഴ്സാണ്. ഒമാനിൽ ജോലി ചെയ്യുന്നു. ഫാമിലി എല്ലാം അവിടെയാണോ? അല്ല, അവള് ജിസ്മി മാത്രമേ അവിടെ ജോലി ചെയ്യുന്നുള്ളൂ. അവർക്ക് എത്ര മക്കളുണ്ട്? 2 പെൺപിള്ളേർ. 2 പെൺപിള്ളേരാണ്. അവരുടെ പേര് ജിസ്മരിയ ജിൻഡോ, നിയ മരിയ ജിൻഡോ. അങ്ങനെ 2 പെൺകുട്ടികളാണുള്ളത്. ജിസ്മ എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ? ഞാൻ പോസ്റ്റ് ഓഫീസിൽ താൽക്കാലികമായിട്ട് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. എന്തായാലും വിദ്യാഭ്യാസം ഞാൻ BA വരെ പഠിച്ചതാണ്. അതിനുശേഷം പോസ്റ്റ് ഓഫീസിൽ കുറെ കാലം ജോലി ചെയ്തു. വേറെ എന്തെങ്കിലും ജോലി ചെയ്തായിരുന്നോ? ഇല്ല, വേറെ ഒന്നും ജോലിക്ക് പോയില്ല. നിലവിൽ ഇപ്പോൾ ജോലി ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ജോലി ചെയ്യുന്നില്ല. ഞാൻ കുറച്ച് കോഴ്സുകളൊക്കെ പഠിക്കുവാണ്. വേറെ കോഴ്സ് ചെയ്യുന്നുണ്ട്. ഏത് കോഴ്സാണ് പഠിക്കുന്നത്? ഞാൻ അയർലൻഡിന് പോകാൻ വേണ്ടിയിട്ട് അതിന്റെ കോഴ്സുകളൊക്കെ പഠിച്ചുകൊണ്ട് ഇരിക്കുന്നു. പഠന കാലഘട്ടമാണ് ഇപ്പോ. അമ്മച്ചി, നിങ്ങൾ അവര് എത്ര മക്കളായിരുന്നു? ഞങ്ങൾ 8 പേര്. 8 മക്കളായിരുന്നു. അതിനകത്ത് അമ്മച്ചി എത്രാമത്തെ ആളാ? ഞാൻ 3ാമത്തെ.
മൂന്നാമത്തെ ആളാണ്. ഏറ്റവും മൂത്തത് ആരാ? മൂത്തത് ചേച്ചി. ചേച്ചിയുടെ പേര് മേരി. മേരി എന്നാണ് പേര്. എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? കട്ടപ്പന തങ്കമണി. കട്ടപ്പന തങ്കമണിയിലാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് കൂട്ടുമാക്കൽ. കൂട്ടുമാക്കൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് തോമസ്. തോമസ് എന്നാണ് ഭർത്താവിന്റെ പേര്. അവർക്ക് എത്ര മക്കളുണ്ട്? 6. 6 മക്കളാണ് അവർക്കുള്ളത്. അതിന്റെ താഴെയുള്ളത് ജോസഫ്. ജോസഫ് എവിടെയാണ് താമസിക്കുന്നത്? പുലിക്കുരുമ്പ മണ്ഡലം. മരിച്ചുപോയി. ഭാര്യയുടെ പേര് മേരി. മേരിയുടെ വീട്ടുപേര് സ്ഥലവും കടങ്ങാട്ടിൽ പുലിക്കുരുമ്പ എന്നുള്ള സ്ഥലത്ത് കടങ്ങാട്ടിൽ കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കളാണ് ഉള്ളത്. മൂന്നാമത്തെ ആള് അമ്മച്ചി തന്നെയാണ് അല്ലേ? അമ്മച്ചിയുടെ ഇളയത് ത്രസ്യാമ്മ. ത്രസ്യാമ്മ എവിടെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്? പൊട്ടംപ്ലാവ് തന്നെയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. വീട്ടുപേര് പെമ്പിളകുന്നേൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് തങ്കച്ചൻ എന്ന് വിളിക്കുന്ന കുര്യനാണ് ഭർത്താവ്. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. 3 മക്കളാണ് അവർക്കുള്ളത്. അടുത്തത് അച്ചാമ്മ. അച്ചാമ്മ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? വെള്ളരിക്കുണ്ട്. വീട്ടുപേര് മണിയങ്കല്ലേൽ എന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോസ്. ചമ്മ മരിച്ചു പോയതാണ്. ചമ്മ മരിച്ചുപോയി. അവർക്ക് എത്ര മക്കളുണ്ട്? 3 പേര്. 3 മക്കളാണുള്ളത്. അടുത്തയാള് പേര് പറയാ. ജോയി. എവിടെയാ താമസിക്കുന്നത്? കുടിയാൻമലയാണ് താമസിക്കുന്നത്. ജോയിയുടെ ഭാര്യയുടെ പേര് ഗ്രേസിയുടെ വീട് കുടിയാൻമല തന്നെ കുടിയാൻമല കോറോത്ത് കുടുംബാംഗമാണ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. അവർക്ക് 3 മക്കളാണ് ഉള്ളത്. അടുത്തയാള് ലൂസി. കുടിയാൻമല കണ്ടത്തിൽ കുടുംബത്തിലേക്കാണ് വിവാഹം ചെയ്തിരിക്കുന്നത്. ഭർത്താവിന്റെ പേര് വർഗീസ്. അവർക്ക് എത്ര മക്കളുണ്ട്? അവർക്ക് 3 പേര്. 3 മക്കള്. ഇനി അതിന്റെ അടിയിൽ ലീലാമ്മ. ലീലാമ്മയെ എവിടെയാ വിവാഹം ചെയ്തിരിക്കുന്നത്? അരങ്ങ് എന്ന സ്ഥലത്താണ്. വീട്ടുപേര് കാരികരയിൽ നിന്നാണ് വീട്ടുപേര്. ഭർത്താവിന്റെ പേര് ജോയി. അവർക്ക് എത്ര മക്കളുണ്ട്? 3 മക്കള്. 3 മക്കളാണ് ഉണ്ട്. 2 പേര് സിസ്റ്റർമാരാണ്. നിങ്ങൾക്ക് സാമൂഹ്യപരമായിട്ടോ രാഷ്ട്രീയപരമായിട്ടോ ഒക്കെ ഉള്ള പ്രവർത്തനങ്ങളുണ്ടോ? രാഷ്ട്രീയ പ്രവർത്തനമുണ്ട്. കോൺഗ്രസിന്റെ മണ്ഡലം സെക്രട്ടറിയാണ്. മണ്ഡലം സെക്രട്ടറിയാണ്. ഏത് മണ്ഡലം? നടുവൻ മണ്ഡലം. സെക്രട്ടറി ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അതുകൂടാതെ ഇവിടെ ബൂത്ത് ലെവലിലുള്ള പ്രവർത്തനങ്ങളുണ്ട്. പള്ളിയിലൊക്കെ ആയിട്ട് പള്ളിയിലായിട്ട് എല്ലാ കാര്യങ്ങളും സഹകരിച്ച് പോകുന്നുണ്ട്. പള്ളിയൊക്കെ ആയിട്ടുള്ള പ്രവർത്തനങ്ങളുണ്ടോ? സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. 8 വർഷമായിട്ട് സൺഡേ സ്കൂളിൽ ഇപ്പോൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സൺഡേ സ്കൂളിന്റെ സ്റ്റാഫ് സെക്രട്ടറിയാണ് നിലവില്. അതുപോലെ വേറെ സംഘടനകൾ മാതൃവേദി അങ്ങനെയുള്ള സംഘടനകളിലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് പള്ളിയായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടോ? ഞാൻ അൾത്താർ സംഘത്തിലുണ്ട്. ഉണ്ട്. മിഷൻ ലീഗിലൊക്കെ സംഘടന പ്രവർത്തിക്കുന്നുണ്ട്. KCYM-ലും ഒക്കെ മോളും പ്രവർത്തിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളിക്കോയറിലൊക്കെ ഉണ്ടോ? അപ്പൊ പഠനത്തിന് പോയപ്പം പള്ളിക്കോയറിൽ നിന്നൊക്കെ മാറി എന്നുള്ളതേ ഉള്ളൂ. കൊയറിനകത്തൊക്കെ ഉണ്ടായിരുന്നതാണ്. അങ്ങനെ പള്ളിയായിട്ട് ബന്ധപ്പെട്ട് വളരെയധികം സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു ഫാമിലിയാണ്. നിങ്ങളുടെ കുടുംബത്തിന്റെ വിവരങ്ങളെല്ലാം അറിഞ്ഞതിൽ സന്തോഷമുണ്ട്. നന്ദി, നമസ്കാരം.